വൈറ്റോക്കില് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആയാൽ എന്തൊക്കെ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യും? കലോത്സവ നഗരിയിൽ എത്തിയവരോടാണ് ചോദ്യം. വൈറ്റോക്ക് ഇന്നും കലോത്സവ നഗരിയിൽ നിന്ന് കാണാം. വിദ്യാഭ്യാസ മന്ത്രി ആകാൻ താല്പര്യമുണ്ടോ? പഴയ സ്കൂളൊക്കെ പൊളിച്ചു കളയും. അങ്ങനെയല്ല. അശ്വതി, ഈ കലോത്സവ വേദിയിൽ വൈറ്റോക്കിൽ ചോദിക്കാൻ പറ്റിയ, കുട്ടികളോട് ചോദിക്കാൻ പറ്റിയ 2 ചോദ്യം പറ. വെറൈറ്റി. ഓക്കെ, എന്നാ പിടിച്ചോ. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി നീ ആവാണെങ്കിൽ എന്തൊക്കെ ചെയ്യൂടെ? ഒരുപാടുണ്ടല്ലോ. എന്തൊക്കെയാടാ? പലതും ഉണ്ടടാ. ഓക്കേടാ, മതി. നമുക്കത് ഇവിടെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് തൃശ്ശൂരൊക്കെ? അപ്പൊ കുട്ടികൾ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ല നോക്കി തീരുമാനിക്കും. വെറുതെ നമുക്ക് പഠിത്തം, ക്ലാസ്സിക്ക് എപ്പോഴും ക്ലാസ്സിൽ കയറണം, അതല്ലാതെ വേറൊരു ഇതില്ല എന്നുള്ളൊരു ഏത് പരിപാടി ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാടൻ പാട്ടാണോ ഇഷ്ടം? ഒരു പാട്ട് പാടുവോ എന്നാ? CPCB ഇവിടെ 2 ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പരിഗണനയിൽ എടുക്കണം. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ഞാൻ പറയാം. ഉച്ചഭക്ഷണം പൊറോട്ടയാക്കണം. 2, കപ്പിൾസിന് സമാധാനമായിട്ട് സംസാരിക്കാൻ ഒരു ഇടം നൽകണം. വിദ്യാഭ്യാസ മന്ത്രി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതൊന്ന് അവർക്ക് സാധിച്ചു കൊടുക്കണം. ഇത് കുട്ടികളുടെ അഭിപ്രായം കൂടെ പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കും. എക്സാമിന്റെ എണ്ണം കുറച്ച് കൊടുക്കും. ഓക്കെ, തീരെ ഇഷ്ടമല്ല. ഈ 10 വിഷയത്തിലേക്ക് എക്സാം എഴുതാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ? സ്കൂളുകളിൽ നല്ല ടോയ്ലറ്റ് വേണം. സ്കൂളിൽ നല്ല ടോയ്ലറ്റ് വേണം. ടോയ്ലറ്റ് മോശമാണ്. അപ്പൊ നല്ല മോശമാണ്. ഞാൻ സ്കൂളിൽ ഗ്രൗണ്ട് കൊണ്ടുവന്ന് എപ്പോഴും കളിയായിട്ട് എപ്പോഴും കളിക്കും. നമുക്കൊരു നാടൻ പാട്ട് ടീമിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പാട്ട് കേട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഒരു പാട്ട് പാടി തരുമോ? നിങ്ങൾ ഏതാ ജില്ല? ഏതാ? തൃശ്ശൂര്. അപ്പൊ ഇത്തവണ ആര് കപ്പടിക്കും? ഉറപ്പാണോ? നോക്കിയതാ പറ്റണം. അല്ല, ഇപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കരിയർ വൈസ് ഒന്നും കൂടി ഇതാക്കണം. അതായത് ഓരോരുത്തർക്ക് മേ ബി ഇഷ്ടമുള്ളത് വേറെയാവും. അപ്പൊ അതും കൂടി പഠിപ്പിക്കണം. അല്ലാണ്ട് ഈ സയൻസ്, കെമിസ്ട്രി അത് മാത്രം പഠിച്ചാൽ പോരല്ലോ. സിലബസ് ഒന്നും കൂടി മെച്ചപ്പെടുത്തണം. പക്ഷെ ടഫാക്കാന്നല്ല, ഇത്തിരി കൂടെ എളുപ്പത്തിലൊക്കെ അറിയാവുന്ന രീതിയിലൊക്കെ ഇട്ട് പറയുമ്പോൾ ലിറ്ററസി ഉണ്ട്, ബട്ട് കരിയർ നോക്കുമ്പോ ആർക്കും ജോലിയില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ല. ഇപ്പോഴാർക്ക് പോലും ലൈക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ പറയാൻ അറിയില്ല. അതൊക്കെ കൊണ്ടുവരാനുള്ളതാണ്. ഈ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ വേണം. നമ്മൾ ഇപ്പം നാടകത്തിനായാലും എന്ത് ഒരു പരിപാടി അവതരിപ്പിക്കാനായാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും കൂടെ ഉള്ളൊരു പിന്തുണ കുട്ടികൾക്ക് വേണം. പരീക്ഷ ഒന്നും വേണ്ട, പരീക്ഷയ്ക്ക് എടുത്തു കളയും. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമോ? പരീക്ഷ വേണമല്ലേ? പഠിപ്പിയാണോ സ്കൂളിൽ? ഇനി എന്തെങ്കിലും അവരെന്തെങ്കിലും നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർ ചെയ്യാത്തതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നല്ല രീതിയിലാണ് പോകുന്നത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ 100-ൽ 100 കൊടുക്കാൻ പറ്റില്ല. കുഴപ്പമില്ലാതെ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ പലരും പറഞ്ഞത് പാഠ്യപദ്ധതികൾക്ക്, അഭിരുചികൾക്ക് അനുസരിച്ച് പാഠ്യപദ്ധതിയിലൊക്കെ മാറ്റം കൊണ്ടുവരണം, ആർട്സിനൊന്നും കൂടെ ഇമ്പോർട്ടൻറ്റ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാഴ്ചപ്പാടുകളാണ് അല്ലേ? അത് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ വല്ലാണ്ട് വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്രമേണ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നടപ്പിലായിട്ട് വരുമായിരിക്കും. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വൈറ്റോക്ക് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഈസ് CP അഖില ആൻഡ് ദിസ് ഈസ് അശ്വതി വിശ്വനാഥൻ. ബൈ.